ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ വോട്ടർ ഐ ഡി കാർഡ് ഉപയോഗിക്കുന്നവരായിരിക്കുമല്ലോ. നമ്മൾ പല ആവശ്യങ്ങൾക്കുമുള്ള ഐ ഡി പ്രൂഫ് ആയിട്ടൊക്കെ വോട്ടർ ഐ ഡി കാർഡ് ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി നോക്കുമ്പോഴായിരിക്കും നമ്മുടെ വോട്ടർ ഐ ഡി കാണുന്നുണ്ടാവില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമ്മുടെ വോട്ടർ ഐ ഡി ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള സൗകര്യം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിനായിട്ട് നമുക്ക് രണ്ട് രീതിയിൽ സൗകര്യമുണ്ട്. ഒന്നാമത്തേത് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴിയും അടുത്തത് ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് വഴിയും നമുക്ക് നമ്മുടെ വോട്ടർ ഐ ഡി ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നമ്മുടെ വോട്ടർ ഐ ഡി ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള വീഡിയോ മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് വോട്ടർ ഐ ഡി ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ സെർച്ച് ബാറിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന് ടൈപ്പ് ചെയ്ത് ശേഷം ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതുപോലെ സെർച്ച് റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കും. അതിലെ വോട്ടർ ഹെൽപ്പ് ലൈൻ എന്നുള്ള ആപ്പിൻ്റെ ഐക്കണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആപ്പ് നമുക്ക് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ശേഷം ആപ്പ് ഓപ്പൺ ചെയ്ത സമയത്തോടെ താഴെ ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടണിൽ കാണാം. അപ്പോൾ നമുക്കിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ആകുന്നത് നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഓപ്പൺ എന്നുള്ള ബട്ടൺ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആപ്പ് ഓപ്പൺ ആയി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കണം. ആ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനൊക്കെയാണ് വന്നിട്ടുള്ളത്. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. നമ്മുടെ ആപ്പിൽ നമുക്ക് ലോഗിൻ ചെയ്യുന്നതിനുള്ള ഒരു പേജാണ്. അപ്പോൾ നിങ്ങളിവിടെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇവിടെയുള്ള ന്യൂ യൂസർ എന്നുള്ള ഈ ഒരു ബട്ടണൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. ന്യൂ യൂസർ എന്നുള്ളതിൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നിങ്ങൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെയുള്ള സെൻഡ് ഒ ടി പി എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു ഒ ടി പി വരുന്നതായിരിക്കും. ആ ഒരു ഒ ടി പി വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് ലോഗിൻ പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ മുമ്പ് വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വോട്ടർ എക്സിസ്റ്റ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ശേഷം നമുക്ക് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെയുള്ള ബാക്ക് ബട്ടണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും ആ ലോഗിൻ പേജിലോട്ട് തന്നെ പോകാം. ശേഷം ഇവിടെ മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ 10 അക്ക മൊബൈൽ നമ്പർ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ സെയിം നമ്പർ നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെയുള്ള സെൻഡ് ഒ ടി പി എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു ഒ ടി പി വരുന്നതായിരിക്കും. ഇവിടെ താഴെ ഒ ടി പി എന്നുള്ളൊരു ബോക്സ് കാണാം. ആ ഒരു ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒ ടി പി കോഡ് നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വന്നിട്ടുണ്ട്. ആ ഒരു ഒ ടി പി കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം താഴെയുള്ള ലോഗിൻ നൗ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഈ ഒരു ആപ്പിൻ്റെ മെയിൻ ഇൻ്റർഫേസിലോട്ട് ഇതുപോലെ ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഈ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഹോം പേജിൽ നമുക്ക് ഇതുപോലെ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന സേവനങ്ങളുടെയൊക്കെ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ നമ്മുടെ വോട്ടർ ഐ ഡി ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെയുള്ള ഡൗൺലോഡ് ഈ എപ്പിക് എന്നുള്ള ഈ ഒരു ടാബിലൊന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത്, ഡു യു ഹാവ് വോട്ടർ ഐ ഡി ഓർ റെഫറൻസ് നമ്പർ. നമ്മുടെ വോട്ടർ ഐ ഡി കാർഡ് നമ്പറോ അല്ല എങ്കിൽ നമ്മൾ പുതുതായിട്ട് അപ്ലിക്കേഷൻ ചെയ്തവരാണെങ്കിൽ ആ ഒരു അപ്ലിക്കേഷൻ്റെ റെഫറൻസ് നമ്പറോ കയ്യിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തേത് എപ്പിക് നമ്പർ കൈവശമുണ്ട് എന്നുള്ളത്, രണ്ടാമത്തേത് റെഫറൻസ് നമ്പർ കൈവശമുണ്ട് എന്നുള്ളതാണ്. അടുത്ത ഓപ്ഷൻ വരുന്നത് സെർച്ച് ബൈ ഡീറ്റെയിൽസ് എന്നുള്ളതാണ്. അതായത് എപ്പിക് നമ്പറോ റെഫറൻസ് നമ്പറോ ഇല്ലാത്തവർ ആദ്യം ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ എപ്പിക് നമ്പർ അല്ലെങ്കിൽ റെഫറൻസ് നമ്പർ കണ്ടെത്തണം. അപ്പോൾ നമ്മളിവിടെ ആദ്യം സെർച്ച് ബൈ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് എപ്പിക് നമ്പർ കണ്ടെത്തുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സെർച്ച് ബൈ ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ സെർച്ച് ബൈ മൊബൈൽ നമ്പർ എന്നുള്ളതാണ് ഒന്നാമത്തേത്, രണ്ടാമത്തേത് സെർച്ച് ബൈ QR കോഡ് എന്നാണ്, മൂന്നാമത്തേത് സെർച്ച് ബൈ ഡീറ്റെയിൽസ് എന്നുള്ളതാണ്. ഇവിടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുള്ളവർക്ക് സെർച്ച് ബൈ മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് സെർച്ച് ചെയ്ത് കണ്ടെത്താവുന്നതാണ്. ഇനി നിങ്ങളുടെ വോട്ടർ ഐ ഡിയുടെ QR കോഡ് കൈവശമുണ്ടെങ്കിൽ QR കോഡ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് സെർച്ച് ബൈ ഡീറ്റെയിൽസ് എന്നുള്ളതാണ്. കാരണം മൊബൈൽ നമ്പർ ചിലപ്പോൾ എല്ലാവരും ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ QR കോഡ് കൈവശം ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് സെർച്ച് ബൈ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി ആ ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നെയിം എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ നെയിം ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഫസ്റ്റ് നെയിം മിഡിൽ നെയിം എന്നുള്ള ആ ഒരു ഓർഡറിലായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലാസ്റ്റ് നെയിം ആണ് വരുന്നത്. അത് ഓപ്ഷനിലാണ്, എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട നിർബന്ധമില്ല. അടുത്തത് റിലേറ്റീവ് നെയിം എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ റിലേറ്റീവ് നെയിം എന്തായിരുന്നു നിങ്ങളുടെ വോട്ടർ ഐ ഡിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു നെയിം നിങ്ങൾ അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റിലേറ്റീവ് ലാസ്റ്റ് നെയിമാണ്, അത് ഓപ്ഷണലാണ്, എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതില്ല.
അതിനുശേഷം താഴെ ഏജ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഏജ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ വരുന്നത് സെലക്ട് ജെൻഡർ എന്നുള്ളതാണ്. അവിടെ നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ സ്റ്റേറ്റ് എന്നുള്ളതാണ്. അവിടെ സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഡിസ്ട്രിക്ട് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്തത് അസംബ്ലി എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ നിയോജക മണ്ഡലം ഏതാണോ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം താഴെ സെർച്ച് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കിതുപോലെ ആ ഒരു വോട്ടറുടെ ഡീറ്റെയിൽസ് ഇവിടെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇവിടെ മുകൾ ഭാഗത്തായിട്ട് നമ്മുടെ എപ്പിക് നമ്പർ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ എപ്പിക് നമ്പർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എപ്പിക് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വോട്ടർ ID ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ശേഷം ഇനി നമ്മൾ ഇവിടെ നിന്ന് ബാക്കിലോട്ട് തന്നെ വരാം. ശേഷം നമ്മൾ ഈ ഒരു ഹോം പേജിലോട്ട് തന്നെ വന്നതിന് ശേഷം ഇവിടെയുള്ള ഡൗൺലോഡ് ഈ എപ്പിക് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ഒരിക്കൽ കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിവിടെ നമ്മുടെ എപ്പിക് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വോട്ടർ ID ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ എപ്പിക് നമ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. യെസ് ഐ ഹാവ് എപ്പിക് നമ്പർ എന്നുള്ള ഓപ്ഷൻ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വരുന്നതായിരിക്കും. ഇവിടെ എൻ്റർ യുവർ എപ്പിക് നമ്പർ എന്നുള്ള ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ 10 അക്ക വോട്ടർ ID നമ്പർ നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ സെലക്ട് സ്റ്റേറ്റ് എന്നുള്ള ഭാഗത്ത് നമ്മുടെ സ്റ്റേറ്റ് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ താഴെ ഫെച്ച് ഡീറ്റെയിൽസ് എന്നുള്ള ഈ ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് താഴെയായിട്ട് ഇതുപോലെ നമ്മുടെ ഡീറ്റെയിൽസ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അതിന് നേരെ താഴെയായിട്ട് പ്രൊസീഡ് എന്നുള്ളൊരു ബട്ടൺ കാണാം. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഇവിടെയുള്ള പ്രൊസീഡ് എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമ്മുടെ വോട്ടർ ID ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP SMS ആയിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ വോട്ടർ IDയിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പർ നമുക്കിവിടെ മാസ്ക്ഡ് ആയിട്ട് കാണാവുന്നതാണ്. അതിൻ്റെ ലാസ്റ്റ് 4 അക്കങ്ങൾ നമുക്ക് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏത് നമ്പറിലേക്കാണോ SMS വരുന്നത് എന്നുള്ളത് ആ ഒരു നമ്പർ നോക്കി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ OTP വെരിഫൈ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ വോട്ടർ ID ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വോട്ടർ ID കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലാത്തവർക്ക് ഇത്തരത്തിൽ വോട്ടർ ID ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ വോട്ടർ IDയുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫോം 8 ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ടർ ID കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിൻ്റെ വീഡിയോ മുമ്പ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അത് ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് കാണാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് നമുക്ക് OTP SMS ആയിട്ട് വന്നിട്ടുണ്ട്. OTP എന്നുള്ള ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള ആ ഒരു OTP കോഡ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള വെരിഫൈ ആൻഡ് ഡൗൺലോഡ് ഈ എപ്പിക് എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ വോട്ടർ ID ഇതുപോലെ നമുക്ക് ഡൗൺലോഡ് ആയി വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ഏതൊരാൾക്കും അവരുടെ വോട്ടർ ID അവരുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വോട്ടർ ID മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായി ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. കൂടാതെ ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.